السلام عليكم ورحمة الله وبركاته. الحمد لله نستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأشرف مولود. صلى الله على سيدنا محمد وعلى آله وصحبه أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. صدق الله العظيم. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാവിധ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്നും കബൂലാക്കുമാറാകട്ടെ. നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടി സന്തോഷത്തോടു കൂടിയിരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശഅബാനിൻ്റെ അവസാനത്തിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൽമാനുൽ ഫാരിസി തങ്ങൾ പറയാണ്, മുത്തുനബി ശഅബാനിൻ്റെ അവസാനത്തിൽ ഞങ്ങൾക്കൊരു വഅദ് പറഞ്ഞു തന്നു, ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിൽ പരിശുദ്ധമായ വരാനിരിക്കുന്ന റമളാനിൻ്റെ പൂരിശകളെ എണ്ണി പറഞ്ഞുകൊണ്ട് മുത്തുനബി വലിയ ബോധവൽക്കരണം നടത്തിക്കൊണ്ടുള്ളൊരു പ്രഭാഷണം നടത്തി. അതിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവ്വലുഹു റഹ്മ, അതിൻ്റെ ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10ആണ്. വ ഔസതുഹു മഗ്ഫിറ, അതിൻ്റെ രണ്ടാമത്തെ 10 മഗ്ഫിറത്തിൻ്റെ 10ആണ്. വ ആഖിറുഹു ഇത്ഖും മിനന്നാർ, അതിൻ്റെ മൂന്നാമത്തെ അവസാനത്തെ 10 എന്ന് പറയുന്നത് അത് നരകമോചനത്തിൻ്റെ 10ആണ്. മുഅ്മിനീങ്ങളെ, ആദ്യത്തെ 10 നമ്മളിൽ നിന്നും കടന്നുപോയി. റഹ്മത്തിൻ്റെ 10 നമ്മളിൽ നിന്നും കടന്നുപോയി. അല്ലാഹുവേ, ആ പരിശുദ്ധമായ 10ൽ കരുണ ചെയ്ത ആളുകളിൽ നീ ഈ പാവപ്പെട്ട ഞങ്ങളെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മളുള്ളത് ആ പരിശുദ്ധമായ റമളാനിൻ്റെ രണ്ടാമത്തെ 10ആയ മഗ്ഫിറത്തിൻ്റെ 10ലാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് ഓരോ ചവിട്ട് കയറുമ്പോഴും ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമീൻ 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 എന്ന് ദുആ ചെയ്യുകയാണ്. പുതിയതായ ഒരു കാര്യം കണ്ടപ്പോൾ സഹാബാക്കളാകെ സ്തംഭിച്ചുപോയി. എന്താണ് ഇന്ന് വരെ കാണാത്ത ഒരു പ്രവണത? സഹാബാക്കൾ മുത്തുനബി തങ്ങളോട് ചോദിച്ചു, എന്താണ് നബിയെ ഇന്ന് പതിവിന് വിപരീതമായൊരു സംഭവം? ആ സമയത്ത് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആദ്യമായി എൻ്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ആ സമയത്താണ് ഞാൻ ആദ്യമായി ആമീൻ പറഞ്ഞത്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് എന്നോട് പറഞ്ഞു,
ഏതൊരു മനുഷ്യനും ജീവിതകാലം അവൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരുന്നിട്ട് മാതാപിതാക്കൾക്ക് വാർദ്ധക്യത്തിലെത്തിയിട്ടും ഈ മനുഷ്യനുക്ക്, ഈ വ്യക്തിക്ക് സ്വർഗം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവൻക്കാണ് നാശം എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ എന്ന് പറഞ്ഞത്. രണ്ടാമതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ പറയുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം വീണ്ടും ദുആ ചെയ്യുകയാണ്. ദുകിർത ഇൻദഹു ഫലം യുസല്ലിം അലൈക. നബിയേ, അങ്ങയുടെ പേര് പറയപ്പെടുമ്പോൾ അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലാത്ത ആളുകൾക്ക് നാശമുണ്ടാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോൾ അപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമതായി ആമീൻ പറയുന്നത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നാമതായി ആമീൻ പറഞ്ഞു. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തത് എന്തെന്നറിയോ? മൻ അദ്റക റമളാൻ, ഒരാൾക്ക് പരിശുദ്ധമായ റമളാൻ മാസം വന്നിട്ട് ഫലം യുഗ്ഫർ ലഹു, ആ മാസം വന്നിട്ട് അവൻക്ക് പൊറുക്കപ്പെടാൻ സാധിച്ചില്ലേ, അവൻക്ക് റബ്ബിനോട് പാപമോചനം നേടാൻ സാധിച്ചില്ലേ, അള്ളാഹുവിന് അവൻക്ക് പുറത്തു കൊടുക്കാൻ അവൻ്റെ അടുക്കലൊന്നുമില്ലേ, അങ്ങനത്തെ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവൻക്കാണ് നാശമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ആ ദുആഇനാണ് മുത്തുനബി ആമീൻ പറഞ്ഞത്. മുഅ്മിനീങ്ങളെ, ഇവിടെ ആരാണ് ദുആ ചെയ്യുന്നത്? മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ആ ദുആഇന് ഉത്തരം പറയുന്നതാരാണ്? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇതിലേറെ ഉത്തരം കിട്ടാൻ മറ്റെന്ത് ദുആയാണ് വേണ്ടത്? അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ മഗ്ഫിറത്തിൻ്റെ പത്തിലാണ് നമ്മളുള്ളത്. ആ പാപമോചനം തേടേണ്ട പത്തിലാണ് നമ്മളുള്ളത്. ഈ സമയവും നമ്മളറിയാതെ കടന്നു പോകും. അത്തരത്തിൽ ഈ പത്തും അങ്ങനെ കടന്നു പോകാൻ പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് ആശ്വാസമേകിക്കൊണ്ട് എത്രയോ വാക്കുകൾ അല്ലാഹു പറയുന്നുണ്ട്. എന്നാൽ 11 മാസക്കാലം നമ്മൾ എത്ര തോന്നിവാസിയായി ജീവിച്ചാലും, അള്ളാഹുവിനെ എത്രത്തോളം നമ്മൾ ധിക്കരിച്ച് ജീവിച്ചാലും, ഏതൊക്കെ തെറ്റുകുറ്റങ്ങളിൽ മുഴുകി നമ്മൾ ജീവിച്ചാലും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമക്ക് രക്ഷപ്പെടാൻ, അവൻ്റെ അടിമ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗങ്ങൾ വെച്ചിട്ടുണ്ട്. അതാ പരിശുദ്ധമായ ഖുർആൻ പറയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ഓ എൻ്റെ അടിമകളെ, ഹബീബായ മുത്ത് നബി തങ്ങളെ അങ്ങൾ പറഞ്ഞു കൊടുക്കണേ, തങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണേ. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വശരീരങ്ങളോട് അക്രമം കാണിച്ച ആളുകളെ നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണം നബിയേ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ റബ്ബിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ആശമുറിയണ്ട, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടണ്ട. അള്ളാഹു നിങ്ങൾക്ക് വലിയ കാരുണ്യം ചെയ്തു തരുന്നതാണ്. ശേഷം അള്ളാഹു പറയാണ്, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയം സർവ്വ ദോഷങ്ങളും പൊറുക്കുന്നതാ. നമ്മൾ എത്രമാത്രം പാപങ്ങൾ ചെയ്താലും, എത്രത്തോളം ദോഷങ്ങൾ ചെയ്താലും, എത്രമാത്രം കുറ്റകൃത്യങ്ങൾ നമ്മൾ നിർവഹിച്ചാലും അതെല്ലാം അല്ലാഹു പൊറുത്തു തരുന്നതാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അവനാണ് ഏറ്റവും പൊറുക്കുന്നവൻ, അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനും അവനാണ് എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹ് നമ്മളെ പഠിപ്പിക്കുകയാണ്.
ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സഹാബത്തിന് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു 99 പേരെ കൊന്ന ഒരു മനുഷ്യനെ പറ്റി ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. 99 ആളെ കൊന്നിട്ടും ആ മനുഷ്യന് നന്നാവാൻ ഒരു ആഗ്രഹം വരുന്നു. ആ ആഗ്രഹം വരുന്ന സമയത്ത് ആ മനുഷ്യനൊരു ചിന്ത വരികയാണ്, അല്ലാ, ഞാൻ ഇത്രയും ആളുകളെ കൊന്നില്ലേ, ഇത്രയും വലിയ പാപം ഞാൻ ചെയ്തില്ലേ, ഇനിയെങ്കിലും എനിക്കൊന്നു നന്നാവണം എന്നുള്ള ചിന്ത വരുമ്പോൾ ആ മനുഷ്യൻ ആ കാലഘട്ടത്തിലുള്ള ഒരു പണ്ഡിതനായ ഒരു അറിവുള്ള മനുഷ്യനെ തേടി പോവുകയാണ്. അങ്ങനെ ആ മനുഷ്യനെ തേടി പോകുമ്പോൾ ഒരു പുരോഹിതനായ മനുഷ്യൻ്റെ അടുത്തെത്താണ്. ഒരു പുരോഹിതനായ മനുഷ്യനെ കാണുമ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, ഫഹല്ലീ മിനത്ത് തൗബ, എനിക്ക് തൗബയുണ്ടോ? ഞാൻ 99 പേരെ കൊന്ന ആളാണ്, എനിക്ക് തൗബയുണ്ടോ എന്നാ മനുഷ്യനോട് ചോദിക്കുമ്പോൾ ആ പുരോഹിതനായ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇല്ല, ഇത്രമാത്രം വലിയ പാപം ചെയ്തില്ലേ, ഇനി നിങ്ങൾക്ക് തൗബയില്ല. ആ സമയത്ത് ഈ 99 ആളെ കൊന്ന മനുഷ്യൻ ആ പുരോഹിതനായ മനുഷ്യനെയും കൊന്ന് 100 തികച്ചു. അങ്ങനെ 100 തികച്ച് ആ മനുഷ്യൻ വീണ്ടും അവിടെ നിന്ന് പുറപ്പെടുകയാണ്. പക്ഷേ ആ മനുഷ്യൻ്റെ ഉള്ളിൽ എപ്പോഴും നന്നാവണമെന്നൊരാഗ്രഹമുണ്ട്. ആ ആഗ്രഹവുമായിട്ടാണ് ആ മനുഷ്യൻ പോകുന്നത്. അങ്ങനെ ആ മനുഷ്യന് വീണ്ടും ഒരു വലിയ അറിവുള്ള മനുഷ്യനെ തേടി പോവുകയാണ്. അങ്ങനെ അതാ പോയി ഒരു വലിയ ആലിമായ മനുഷ്യൻ്റെ അടുത്തെത്തി. ആ ആലിമായ മനുഷ്യനെ കണ്ടുമുട്ടുമ്പോൾ വലിയ സന്തോഷത്തോടുകൂടെ ഈ മനുഷ്യൻ ഇദ്ദേഹത്തിന് തൗബ കിട്ടുമെന്ന ആശങ്കയിൽ, തൗബ കിട്ടുമെന്ന സന്തോഷത്തോടുകൂടെ ഈ ആലിമായ മനുഷ്യനോടും ചോദിക്കുന്നു, ഫഹല്ലീ മിനത്ത് തൗബ, 100 ആളെ കൊന്ന മനുഷ്യനാണ് ഞാൻ ഇനി റബ്ബിനോട് തൗബ ചെയ്താൽ അള്ളാഹു എൻ്റെ തൗബ സ്വീകരിക്കുമോ? അള്ളാഹു എനിക്ക് പുറത്തു തരുമോ എന്ന് ഈ ആലിമായ മനുഷ്യനോട് ചോദിക്കുമ്പോൾ ആ ആലിമായ മനുഷ്യൻ ഈ പാപിയായ 100 പേരെ കൊന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അതെ, നിങ്ങളുടെ തൗബ അള്ളാഹു സ്വീകരിക്കുന്നതാണ്, അള്ളാഹു എല്ലാം പൊറുക്കുന്നവനാണെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ അതാ ആ മനുഷ്യൻക്ക് കുറച്ച് കണ്ടീഷൻസും പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ ഇന്ന നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പോകണം. ആ നാട്ടിൽ സ്വാലിഹീങ്ങളായ ഒരുപാട് മനുഷ്യരുണ്ട്. ആ നാട്ടിൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ആ നാട്ടിൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന എത്രയോ സ്വാലിഹീങ്ങളായ മനുഷ്യരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെ ആ മനുഷ്യനതാ ആ നല്ല നാട്ടിലേക്ക് നല്ല നിയ്യത്തുമായി പോവുകയാണ്. അതാ പോകുന്ന വഴിക്ക് വെച്ച് അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിച്ചു. അങ്ങനെ അതാ ഈ മനുഷ്യൻ മരണപ്പെട്ടു പോയി. ശേഷം ഈ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണോ അതല്ല നരകത്തിലേക്ക് കൊണ്ടുപോകണോ എന്ന വിഷയത്തിൽ സ്വർഗത്തിൻ്റെ മലായിക്കത്തും നരകത്തിൻ്റെ മലായിക്കത്തും തമ്മിൽ പ്രശ്നമായി. സ്വർഗത്തിൻ്റെ മലാഖമാര് പറഞ്ഞു, ഈ മനുഷ്യനെ സ്വർഗത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. കാരണം ഈ മനുഷ്യൻ തൗബ ചെയ്ത് നല്ല മനസ്സുമായിട്ടാണല്ലോ മടങ്ങിയത്. അതുകൊണ്ട് ഈ മനുഷ്യൻ സ്വർഗത്തിലേക്കാണ്. ആ സമയത്തുണ്ടല്ലോ നരകത്തിൻ്റെ മലായിക്കത്ത് പറഞ്ഞു, നരകത്തിൻ്റെ മലായിക്കത്ത് പറയുകയാണ്, ഇല്ല, ഈ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ഈ മനുഷ്യൻ ജീവിതകാലത്ത് സൽക്കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല, സ്വാലിഹായ പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടില്ല, നല്ല കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക? അങ്ങനെ ആകെ പ്രശ്നമായി നിൽക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പരിഹാരം പറഞ്ഞു കൊടുത്തു. എന്താ പരിഹാരം പറഞ്ഞു കൊടുത്തത്?
ഈ മനുഷ്യൻ, ഈ മരണപ്പെട്ട് കിടക്കുന്ന ഈ മനുഷ്യൻ നന്മയുടെ നാട്ടിലേക്കാണോ കൂടുതൽ അടുത്ത് കിടക്കുന്നത്? എന്നാൽ അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം. അതല്ല, ഇനി ഈ പഴയ നാട്ടിലേക്കാണോ ഈ മനുഷ്യൻ കൂടുതൽ അടുത്ത് കിടക്കുന്നത്? എന്നാൽ ആ മനുഷ്യനെ നരകത്തിലേക്കും കൊണ്ടുപോകാം. അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ ഇവർ ഓക്കെ സമ്മതിച്ചു. അങ്ങനെ ഇവർ നോക്കുമ്പോൾ ഈ 100 പേരെ കൊന്ന മനുഷ്യൻ ഇപ്പോഴതാ സ്വർഗീയ അഹ്ലുകാരനായി മാറുകയാണ്. ഇദ്ദേഹം കൂടുതൽ അടുത്ത് കിടക്കുന്നത് ഈ നല്ല നാട്ടിനോടടുത്തിട്ടാണ്. അങ്ങനെ സ്വർഗത്തിൻ്റെ മാലാഖമാർ ഈ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, എത്രമാത്രം വലിയ പാപം ചെയ്ത മനുഷ്യനാ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തു. മുഅ്മിനീങ്ങളെ, അതാണ് ഞാൻ പറഞ്ഞത്, എത്ര ദോഷം ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ആത്മാർത്ഥമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് പുറത്തു തരും. അല്ലാഹു ഖുർആനിലൂടെ ഒരുപാടിടങ്ങളിൽ പാവപ്പെട്ട പാപികളായ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് ദോഷം ചെയ്ത ആളുകൾക്ക് പ്രതീക്ഷയേകുന്ന എത്രയോ വാക്കുകൾ അല്ലാഹു പറയുന്നുണ്ട്. ഖുർആനിലൊരിടത്ത് അല്ലാഹു ചോദിക്കുകയാണ്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ, ദോഷങ്ങൾ ചെയ്ത ആളുകൾ, വൃത്തികേട് ചെയ്ത ആളുകൾ. അങ്ങനെ ആ ആയത്തിന്റെ അവസാനം അല്ലാഹു ചോദിക്കുകയാണ്, വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, നിങ്ങൾ എത്രമാത്രം പാപങ്ങൾ ചെയ്താലും എത്രമാത്രം അക്രമങ്ങൾ നിങ്ങൾ കാണിച്ചാലും നിങ്ങൾ റബ്ബിനെ ഓർത്തുകൊണ്ട് അല്ലാഹുവിനോട് നിങ്ങൾ പാപമോചനം തേടിയാൽ വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ നിങ്ങൾക്ക് മറ്റാര് പുറത്തു തരും? മറ്റാരാണ് നിങ്ങൾക്ക് പുറത്തു തരിക? അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലേ നിങ്ങൾക്ക് പുറത്തു തരുന്നത് എന്നല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകളോട് എത്രമാത്രം സ്നേഹത്തിൻ്റെ ഭാഷയിലാണ് ചോദിക്കുന്നത്. എന്നിട്ടും മുഅ്മിനീങ്ങളെ, നമ്മൾ എന്തിനാ മടിക്കുന്നത്? അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടാൻ നമ്മൾ എന്തിനാ മടിക്കുന്നത്? മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വല്ലാത്ത വരൾച്ച, എവിടെയും വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, അലക്കാൻ വെള്ളമില്ല, കുളിക്കാനോ വെള്ളമില്ല. ആളുകൾക്ക് വലിയ പ്രയാസം. അവിടെയുള്ള ജീവിജാലങ്ങൾക്ക് പോലും വെള്ളമില്ല. അവിടെയുള്ള മരങ്ങളൊക്കെ ഉണങ്ങി വീഴാൻ തുടങ്ങി, മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങാൻ തുടങ്ങി. ആ സമയത്തുണ്ടല്ലോ ആ നാട്ടിലെ ആളുകളെല്ലാവരും ഇലാ ഹദ്റത്തി കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം, എല്ലാവരും മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് പരാതിയുമായി പോവാണ്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ പോയിട്ട് ഇവർ പറഞ്ഞു, ഓ മൂസാ നബിയേ, ഞങ്ങൾ വലിയ പ്രയാസത്തിലാണ്, ഞങ്ങൾക്ക് വളരെ വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ അടുക്കൽ ഒന്നിനും വെള്ളമില്ല, ഒരു തുള്ളി വെള്ളമില്ലാതെ ഞങ്ങളാകെ കഷ്ടപ്പെടാണ്. മൂസ നബിയേ, അങ്ങെന്തെങ്കിലും ഒരു പരിഹാരം ഇതിനു ചെയ്തു തരണം, അങ്ങേക്കാണിവിടെ പരിഹാരം നടത്താൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെല്ലാവരും ഒന്നടങ്കം മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് വന്നു നിൽക്കുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, എന്നാൽ എല്ലാവരും ഒരു ദിവസം നമുക്കൊരു വലിയ ഒരു മൈതാനത്ത് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാം. എന്നിട്ട് നമുക്ക് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അങ്ങനെ പറഞ്ഞു. എല്ലാവരും പിരിഞ്ഞുപോയി. അങ്ങനെ ഒരു ദിവസം, ആ ഒത്തുചേരേണ്ട ദിവസം, എല്ലാ ആളുകളും ആ മൈതാനത്തൊരുമിച്ചുകൂടി. ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ആ മൈതാനത്തിൽ ഒരുമിച്ചുകൂടി. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ആത്മാർത്ഥമായ റബ്ബിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി അല്ലാഹുവിനോട് ആ വെള്ളത്തിന് വേണ്ടി, മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി കണ്ണിൽ നിന്നും കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ദുആഇന് ആമീൻ പറഞ്ഞു.
പക്ഷേ ദുആ ഒക്കെ കഴിഞ്ഞു നോക്കുമ്പോൾ അതാ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. എന്നിട്ട് മൂസാ നബിയോട് പറഞ്ഞു, ഓ മൂസാ നബിയേ, അങ്ങ് എത്രമാത്രം ദുആ ചെയ്താലും, അങ്ങ് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്താലും ഈ ദുആഇന് അല്ലാഹു ഉത്തരം തരില്ല, ഈ ദുആഇന് അല്ലാഹു ഉത്തരം തരൂല. ആ കാരണം വിവരിക്കുന്നത് എന്തെന്നറിയോ? ജിബ്രീൽ അലൈഹിസ്സലാം മൂസാ നബിയോട് പറയാണ്, കാരണം എന്തെന്നറിയോ? ഈ കൂട്ടത്തിലുണ്ടല്ലോ 40 വർഷത്തിലേറെ അള്ളാഹുവിനെ ധിക്കാരം ചെയ്ത ഒരു മനുഷ്യൻ ഈ കൂട്ടത്തിലുണ്ട്. 40 വർഷത്തിലധികമായി റബ്ബിനോട് അതിക്രമം കാണുന്ന ഒരു മനുഷ്യൻ, റബ്ബിനോട് തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ, അള്ളാഹുവിനെ വഴിപ്പെടാത്ത, അള്ളാഹുവിനെ കീഴ്പ്പെടാത്ത, അവൻക്ക് ഇബാദത്ത് ചെയ്യാത്ത ഒരു മനുഷ്യൻ, ഒരു ധിക്കാരിയായ മനുഷ്യൻ ഈ കൂട്ടത്തിലുണ്ട് മൂസാ നബിയേ. ആ മനുഷ്യനുള്ള കാലത്തോളം അള്ളാഹു നിങ്ങൾക്ക് ഈ ദുആഇന് ഉത്തരം തരില്ല മൂസാ നബിയേ. സുബ്ഹാനല്ലാഹ്. ഈ സംഭവം കേൾക്കുമ്പോൾ മൂസാ നബിക്ക് ആകെ ദേഷ്യം വന്നു. മൂസാ നബി അലൈഹിസ്സലാം സദസ്സിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞിട്ട് പറഞ്ഞു, 40 വർഷത്തിലേറെയായി ധിക്കാരിയായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഇവിടെയുണ്ടെങ്കിൽ ഇവിടെ നിന്നും പിരിഞ്ഞു പോകണം. വളരെ സ്ട്രോങ്ങിൽ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു. പലതവണ ആവർത്തിച്ചു പറഞ്ഞു. പക്ഷേ ആരും തന്നെ പോകുന്നത് കാണാനില്ല. ജനങ്ങൾക്കൊക്കെ വലിയ ബേജാറായി. എന്താ ചെയ്യാ? അദ്ദേഹം പോയാലല്ലേ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ദുആഇന് ഇജാബത്ത് ഉണ്ടാവുള്ളൂ. ഇജാബത്ത് ഉണ്ടായാലല്ലേ വെള്ളം കിട്ടുള്ളൂ. വെള്ളം കിട്ടിയാലേ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുള്ളൂ. പക്ഷേ ആരും തന്നെ പിരിഞ്ഞു പോകുന്നത് കാണുന്നില്ല. അങ്ങനെ അതാ മൂസാ നബി അലൈഹിസ്സലാം വീണ്ടും റബ്ബിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി ദുആ ചെയ്തു. ഒപ്പം നിന്ന മറ്റു ജനങ്ങളെല്ലാം ആ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ദുആഇന് ആത്മാർത്ഥമായി ആമീൻ പറഞ്ഞു. ആ സമയത്ത് രണ്ടാമതും ദുആ ചെയ്യുന്ന സമയത്ത് അതാ ആകാശത്തിലൊരു കറുപ്പ് നിറം അനുഭവപ്പെട്ടു. ഒരു തണുത്ത കാറ്റ് അടിച്ചു വീശാൻ തുടങ്ങി. എല്ലാവരും മനസ്സിലും വലിയ സന്തോഷം. ഒരു മഴ വരാനുള്ള സാധ്യത എല്ലാവരും കാണുന്നുണ്ട്. പക്ഷേ എന്നാലും ജനങ്ങളെ മനസ്സിലൊരു കൺഫ്യൂഷൻ. മൂസാ നബി പറഞ്ഞല്ലോ 40 വർഷമായി ധിക്കാരിയായ ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ട്, അദ്ദേഹം ഇവിടെ നിന്ന് പോണം. പക്ഷെ ആരുട്ട് പോണത് കണ്ടില്ല. ഒരു മഴ വരാനുള്ളൊരു സാധ്യതയും. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം ആ സദസ്സിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. സദസ്സിലേക്ക് മൂസാ നബി അലൈഹിസ്സലാം ഇറങ്ങിച്ചെന്നിട്ട് ഓരോ ആളുകളെയും അങ്ങനെ വീക്ഷിച്ചു. ഓരോ ആളുകളെയും വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരു മൂലയിലതാ ഒരു മനുഷ്യനിരുന്ന് പൊട്ടിക്കരയാണ്. പൊട്ടി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പറയാണ്, അല്ലാഹുവേ, എൻ്റെ യജമാനനായ റബ്ബേ, 40 വർഷത്തിലേറെ ധിക്കാരം ചെയ്ത് ജീവിച്ച, തെറ്റുകൾ മാത്രം ചെയ്ത് ജീവിച്ച ആ മനുഷ്യൻ ഞാനാണ്. അല്ലാ, നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. ജനങ്ങളെ മുമ്പിൽ എന്നെ വഷളാക്കല്ല റഹ്മാനേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യനങ്ങനെ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുമ്പോ അതാ നല്ല മഴ അങ്ങോട്ട് പെയ്യാണ്. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യന്റെ തൗബ, ആ ധിക്കാരിയായ മനുഷ്യന്റെ തൗബ റബ്ബ് സ്വീകരിച്ചു എന്നതിൻ്റെ സിഗ്നലായിട്ട് നല്ല മഴയങ്ങ് വർഷിപ്പിച്ചു. മുഅ്മിനീങ്ങളെ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരും. അള്ളാഹുവിനോട് നമ്മളങ്ങ് വേണ്ട നിലക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വദോഷങ്ങളും അള്ളാഹു പുറത്തു തരും. ആ പൊറുക്കലിനെ തേടാൻ ഏറ്റവും നല്ലൊരു ഒറ്റമൂലിയാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം,
അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അല്ലാഹു അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. മല്ലസിമൽ ഇസ്തിഗ്ഫാറ, അല്ലാഹുവിൻ്റെ ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ആരെങ്കിലും ഇസ്തിഗ്ഫാർ പതിവാക്കി കഴിഞ്ഞാൽ, എല്ലായ്പ്പോഴും ഇസ്തിഗ്ഫാർ ചൊല്ലിക്കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, മിൻ കുല്ലി ഹമ്മിൻ ഫറജാ വമിൻ കുല്ലി ളീഖിൻ മഖ്റജാ, അവൻ്റെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുന്നതാ. അത്രമാത്രം വലിയ ശറഫുള്ള ഫളലുള്ളതാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി തങ്ങൾ അവരൊരു ദിവസം ഒരു യാത്ര ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി തങ്ങൾ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കെ ഇശാഇന്റെ സമയമാകുമ്പോൾ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറി. അങ്ങനെ ആ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇന്നിനിപ്പോൾ എന്തായാലും രാത്രിയായല്ലോ, ഇനി ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ പകല് പോകാം, ഇന്ന് രാത്രി ഇവിടെ തങ്ങാം എന്ന ഉദ്ദേശത്തോടു കൂടെ ആ പള്ളിയിലിരിക്കുമ്പോ ആ പള്ളിയുടെ കാവൽക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഇവിടെ രാത്രി താമസിക്കാൻ പറ്റില്ല, ഇവിടെ രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല. കാരണം പലപ്പോഴായി ഇവിടെ ഓരോരുത്തരെ വന്ന് കിടന്നുറങ്ങുമ്പോൾ ഇവിടുത്തെ പല സാധനങ്ങളും നഷ്ടപ്പെട്ടു പോവാണ്, പല സാധനങ്ങളും ഇവിടെ കാണാതാവുകയാണ്. അതുകൊണ്ട് രാത്രി സമയത്ത് ഇവിടെ തങ്ങാൻ പറ്റില്ല, നിങ്ങളൊന്ന് പുറത്ത് കടന്നാൽ എനിക്ക് ഈ പള്ളിയെല്ലാം പൂട്ടാമായിരുന്നു എന്ന് അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി തങ്ങളോട് ആ പള്ളിയുടെ കാവൽക്കാരൻ പറയാണ്. പക്ഷേ ഈ കാവൽക്കാരൻ അറിയില്ല ആരാണ് ഈ അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി എന്നത്. വലിയ പണ്ഡിതനാണ്, സൂഫി വര്യനാണ്, 10 ലക്ഷം ഹദീസ് മനപ്പാടമാക്കിയ പണ്ഡിതനാണ്, ഇമാമു അഹ്ലി സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ മഹാനായ പണ്ഡിതനാണ്. പക്ഷേ ഇന്നത്തെ കാലത്തെ പോലെ സെലിബ്രിറ്റികളായ ആളുകൾ അറിയാനൊന്നും അന്നത്തെ കാലത്ത് സാഹചര്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനൊക്കെ ഒരാളുണ്ട് എന്നല്ലാതെ അതിലുപരിയായി ആരാണ് ആ മനുഷ്യനെന്നറിയില്ല. അങ്ങനെ അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി തങ്ങൾ ആ പള്ളി വിട്ടിറങ്ങി പുറത്തേക്ക് പോയി. അങ്ങനെ ഇനി എന്തു ചെയ്യുമെന്നറിയാതെ നടക്കുമ്പോ, റോഡിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു റൊട്ടിക്കച്ചവടക്കാരൻ അതാ അതുവഴി വരുന്നു. അങ്ങനെ ആ റൊട്ടിക്കച്ചവടക്കാരൻ വന്നിട്ട് ഈ യാത്രികനായ അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി തങ്ങളോട് ചോദിച്ചു, എന്തേ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾ എന്താണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി തങ്ങളോട് ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞു, എനിക്കിന്ന് രാത്രി കിടക്കാൻ ഒരിടം വേണം, നാളെ രാവിലെ ഞാൻ പോകാം, എൻ്റെ ദേശം അല്പം വിദൂരത്താണ്. ആ സമയത്ത് ഈ റൊട്ടിക്കച്ചവടക്കാരൻ പറഞ്ഞു, എന്നാലൊക്കെ എൻ്റെ വീട്ടിൽ താമസിക്കാം, എൻ്റെ കൂടെ പോന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി തങ്ങളെയും കൂട്ടി ആ മനുഷ്യൻ അവരുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഇരുവരും വീട്ടിലെത്തി. ആ മനുഷ്യൻ അടുത്ത ദിവസത്തേക്കുള്ള റൊട്ടുണ്ടാക്കാൻ വേണ്ടി മാവൊക്കെ കുഴച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ആ മനുഷ്യൻ വീട്ടിലേക്ക് കയറിയത് മുതൽ മാവ് കുഴക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും എല്ലാ പ്രവർത്തനത്തിൻ്റെ ഇടയിലും അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി തങ്ങൾ വിചാരിച്ചു ഈ ഇസ്തിഗ്ഫാർ ഇപ്പൊ നിർത്തുമെന്ന്. പക്ഷേ നിർത്തണ ലക്ഷണമൊന്നും കാണുന്നില്ല. മൂപ്പരങ്ങനെ ചെല്ലുക, ഇസ്തിഗ്ഫാർ അങ്ങനെ ചെല്ലുക. അങ്ങനെ എന്തായാലും അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ വിചാരിച്ചു, എന്തായാലും ഇനിയിപ്പോൾ നാളെ രാവിലെ ആവട്ടെ, നാളെ രാവിലെ ആയിട്ട് ഇതിനെപ്പറ്റി ഒന്ന് ചോദിച്ചു നോക്കാം. അങ്ങനെ അതാ പിറ്റേ ദിവസം സുബ്ഹിന്റെ സമയത്ത്, പിറ്റേ ദിവസം രാവിലെ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ഈ മനുഷ്യനോട് ചോദിച്ചു,
നിങ്ങൾ എന്തിനാണ് എല്ലാ സമയത്തും ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്? നിങ്ങളാ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് കൊണ്ട് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനക്കും അല്ലാഹു ഉത്തരം തന്നിട്ടുണ്ടാകുമല്ലോ എന്ന അത്ഭുതത്തോടെ കൂടെ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ആ മനുഷ്യനോട് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ മറുപടി പറയാണ്, മാ ദഅവതു ദഅവതൻ ഇല്ലാ ഉജീബത് ഇല്ലാ ദഅവതുൻ വാഹിദ. ഞാൻ ഇന്ന് വരെ റബ്ബിനോട് എന്തെല്ലാം കാര്യങ്ങൾ ചോദിച്ചോ അതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കുത്തരം തന്നിട്ടുണ്ട്. എൻ്റെ ദുനിയാവിലുള്ള ഈ ദുനിയാവിലെ ഈ ജീവിതത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു സാധിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി എനിക്ക് മരിക്കുന്നതിൻ്റെ മുമ്പ്, ഈ ലോകത്ത് നിന്ന് ഞാൻ വിട പറയുന്നതിൻ്റെ മുമ്പ് എനിക്കൊരു ആഗ്രഹവും കൂടെയുണ്ട്. ആ ആഗ്രഹം നിറവേറാനാണ് ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് എന്ന് ഈ മനുഷ്യൻ പറയുമ്പോൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ആഗ്രഹം? ആഗ്രഹം പറയൂ. ആ സമയത്ത് ഈ മനുഷ്യൻ, റൊട്ടിക്കച്ചവടക്കാരനായ ഈ മനുഷ്യൻ മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്, റുഅയത്തുൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ. എനിക്ക് വലിയ പണ്ഡിതനായ വലിയ സൂഫി വര്യനായ 10 ലക്ഷത്തോളം ഹദീസ് മനപ്പാടമാക്കിയ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ എനിക്കൊന്ന് കാണണം. അതെൻ്റെ അവസാനത്തെ ആഗ്രഹമാണ്. അതിനുശേഷം പിന്നീട് എനിക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ മറ്റാഗ്രഹങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി തങ്ങൾ പറയാണ്, ഞാനാണ് ആ അഹ്മദ് ബിൻ ഹംബൽ. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് ഈ റൊട്ടിക്കച്ചവടക്കാരൻ കെട്ടിപ്പിടിച്ച് കയ്യൊക്കെ മുസാഫഹത്ത് ചെയ്ത് വലിയ സന്തോഷത്തിലായി. അതാണ് നിങ്ങളിവിടെ ചിന്തിക്കണം. ഏതോ ഒരു നാട്ടിൽ നിന്നും വന്ന് പള്ളിയിൽ താമസിക്കാമെന്ന് കരുതി അവിടെ നിന്നും പുറത്ത് കടന്ന് എങ്ങോട്ട് പോകണമെന്നറിയാതെ ഇരുന്ന ഒരു മനുഷ്യനെ അതാ നേരിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അതുപോലെ ഒരു മനുഷ്യൻ്റെ ദുനിയാവിലെ ജീവിതത്തിൽ എന്തെല്ലാം സൗഭാഗ്യങ്ങളുണ്ടോ അതെല്ലാം നേടിയെടുക്കണമെങ്കിൽ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ. ദുനിയാവിലെ ജീവിതത്തിൻ്റെ സൗന്ദര്യമെന്ന് പറയുന്നത് അത് സന്താനങ്ങളും സമ്പത്തുമാണ്. ദുനിയാവിലെ ഏറ്റവും വലിയ സൗഭാഗ്യം അത് സമ്പത്തും സന്താനങ്ങളുമാണ്. എന്നാൽ സമ്പത്ത് വേണോ, സന്താനങ്ങൾ വേണോ? ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, നിശ്ചയം അല്ലാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. മഴ വേണോ? ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ. മക്കൾ വേണോ? മക്കൾ നന്നാകണോ? കള്ളിനും മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ മക്കള് എല്ലാത്തിനും എല്ലാവിധ തോന്നിവാസങ്ങൾക്കും ഏർപ്പെടുമ്പോൾ അല്ലാഹുവേ നമ്മളെ മക്കൾ നന്നാകണോ? ഇസ്തിഗ്ഫാർ പതിവാക്കിക്കോ. ഒരുപാട് ഹലാലായ സമ്പത്ത് നമുക്ക് വേണോ? ഇസ്തിഗ്ഫാർ പതിവാക്കിക്കോ. ഇസ്തിഗ്ഫാർ എല്ലാത്തിനും പരിഹാരമാണ്. മുത്തഖീങ്ങളെ വിശേഷിപ്പിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. മുത്തഖീങ്ങളായ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകളുടെ ഒരു ക്വാളിറ്റിയാണ് അവർ രാത്രി സമയങ്ങളിൽ അല്പമേ ഉറങ്ങുകയുള്ളൂ. എന്നാൽ ഇന്നത്തെ ന്യൂ ജനറേഷനും രാത്രി അല്പം സമയമേ ഉറങ്ങാറുള്ളൂ. ഇപ്പം രാത്രി ഔട്ടിങ്ങിന് പോകുന്നതാണ് ഇപ്പം ട്രെൻഡ്. 2 മണിക്ക് നീച്ചു പോവുക, അതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. എന്നാൽ മുത്തഖീങ്ങളെ വിശേഷങ്ങളിലുമുണ്ട് അവരും രാത്രി അല്പമേ ഉറങ്ങാറുള്ളൂ. എന്നാലോ മുത്തഖീങ്ങളെ ക്വാളിറ്റി വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ.
അവർ പ്രഭാത സമയത്ത് റബ്ബിനോട് സദാ പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്, പൊറുക്കലിനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ പകൽ സമയത്ത് സുബഹിക്കൊക്കെ എഴുന്നേറ്റിട്ട് അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാനിന്റെ മഗ്ഫിറത്തിന്റെ പത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാർ ചൊല്ലണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റമദാനിൽ പ്രത്യേകമായി 4 കാര്യങ്ങൾ അധികരിപ്പിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, 2 കാര്യങ്ങൾ നിങ്ങൾ അധികരിപ്പിക്കുമ്പോൾ അത് റബ്ബിന്റെ തൃപ്തി കിട്ടും. ഒന്ന് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, മറ്റൊന്ന് ഇസ്തിഗ്ഫാറാണ്. എന്നാൽ മറ്റു 2 കാര്യങ്ങൾ, ആ 2 കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നൊഴിഞ്ഞുകൂടാനേ പാടില്ല. ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇങ്ങനത്തെ ഈ 4 കാര്യങ്ങൾ റമളാനിൽ പ്രത്യേകം അധികരിപ്പിക്കണമെന്ന് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ 4 കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടിയതാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അതിലും കാണാം നമുക്ക് ഇസ്തിഗ്ഫാർ. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത് മുഅ്മിനീങ്ങളെ, ഇസ്തിഗ്ഫാറിനെ അങ്ങനെ അധികരിപ്പിച്ചോ. ഇസ്തിഗ്ഫാർ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാം. എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ് ഇസ്തിഗ്ഫാർ. അത്താഴത്തിൻ്റെ സമയത്ത് നമ്മൾ എഴുന്നേറ്റിട്ട് ഒരു 5, 10, 15 മിനിറ്റ് മുമ്പ് നമ്മൾ എഴുന്നേറ്റിട്ട് വുളൂ ചെയ്ത് വന്നിട്ട് അള്ളാഹുവിന് വേണ്ടി 2 റക്അത്ത് സുന്നത്തായ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് റബ്ബിലേക്ക് 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ആത്മാർത്ഥമായ മനസ്സോടുകൂടെ അല്ലാഹുവേ പൊറുക്കൻ്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ടു നീയല്ലാതെ ഇഹലോകാർഭാടങ്ങളെന്നെ വലച്ചതാ നഫ്സന്നെ മുന്നിൽ തള്ളിവിട്ട് ചതിച്ചതാ അല്ലാതെ ധിക്കരി ചെല്ല റബ്ബേ നിന്നെ അതുകൊണ്ട് ആട്ടരുതേ ഇലാഹേ എന്നെ. ആ സമയത്ത് അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ജീവിതകാലത്ത് ചെയ്തു പോയ ഓരോ തെറ്റുകുറ്റങ്ങളും റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് അല്ലാഹുവേ ഇന്നാലിന്ന തെറ്റ് ഞാൻ ചെയ്തു പോയി അല്ലാ, സാഹചര്യങ്ങൾ കടിമപ്പെട്ട് ഞാൻ പല തെറ്റിലും ചെയ്തു പോയി, പല തെറ്റിലും മുഴുകിപ്പോയി. റബ്ബേ നീയാണ് പൊറുക്കുന്നവൻ, നീയല്ലാതെ മറ്റാരും പൊറുക്കാനില്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ പൊറുക്കലിനെ തേടിയാൽ ആ കരങ്ങളല്ല തട്ടൂല, ആ മനസ്സല്ല കാണാതെ പോകൂല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ ഇസ്തിഗ്ഫാർ ചെല്ലുമ്പോഴും എല്ലാം ചെയ്യുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നും ഇജാബത്ത് കിട്ടണമെങ്കിൽ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാനുള്ളൊരു മനസ്സ് നമുക്ക് വേണം. മറ്റുള്ളവരോടുള്ള വൈരാഗ്യം, മറ്റുള്ളവർക്ക് നമ്മൾ ഒരിക്കലും പുറത്തു കൊടുക്കൂല, നമ്മൾ മരിച്ചാലും പുറത്തു കൊടുക്കൂല എന്നൊക്കെ പറയും. എന്നാൽ അതിലുപരി എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യുമ്പോഴാണ് അല്ലാഹു നമ്മളോട് വിട്ടുവീഴ്ച ചെയ്യുക. റഹ്മത്തും മഗ്ഫിറത്തും പരസ്പരം ബന്ധമുള്ളതാണ്. നമ്മൾ മറ്റുള്ള ജീവജാലങ്ങൾക്ക് കരുണ ചെയ്യുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കരുണ കാണിക്കുന്നത്. അതുപോലെയാണ് മറ്റുള്ളവരോട് നമ്മൾ പുറത്തു കൊടുക്കുമ്പോഴാണ് അല്ലാഹു നമുക്ക് പുറത്തു തരുന്നത്. നമുക്കറിയാം, ചിലപ്പോൾ നമ്മളൊക്കെ കാണും, ചിലപ്പോൾ നോമ്പുറപ്പിക്കലിനെ നമ്മളെ വിളിക്കാൻ ആരെങ്കിലുമൊക്കെ മറന്നു പോയിട്ടുണ്ടാവും.
അപ്പം നമ്മൾ നോമ്പർപ്പിക്കൽ വെക്കുമ്പോൾ മറ്റാരെ വിളിക്കില്ല. എന്നാൽ മുഅ്മിനീങ്ങളെ എല്ലാവരോടും മാപ്പാക്കാനുള്ളൊരു വലിയ മനസ്സ്, ഒരു കാരുണ്യത്തിൻ്റെ വലിയ മനസ്സ് അതുണ്ടെങ്കിലേ അള്ളാഹു നമുക്കും പുറത്തു തരുള്ളൂ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ദിവസം സൽക്കാരത്തിന് വേണ്ടി അബൂജഹൽ വിളിച്ചു. നല്ല ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി മുത്തുനബി തങ്ങൾ അബൂജഹൽ ഒരു ദിവസം വിളിച്ചു. അങ്ങനെ ആ ദിവസമായപ്പോൾ മുത്തുനബി തങ്ങൾ പോവാൻ വേണ്ടി തയ്യാറായി വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിച്ചു, എന്താ മുത്തുനബിയെ എന്ന് നല്ല ഉഷാറിലാണല്ലോ, എവിടുക്കാപ്പം ഇന്നത്തെ യാത്ര? അപ്പം മുത്തുനബി പറഞ്ഞു, ഞാനിന്ന് അബൂജഹലിൻ്റെ വീട്ടിലേക്കാ പോണത്, അവിടെ ഒരു സൽക്കാരമുണ്ട്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിക്ക് പറഞ്ഞു കൊടുത്തു, എന്നാൽ കൂടെ ഞാനും പോരാം. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാമും മുത്തുനബി തങ്ങളും കൂടെ ആ സൽക്കാരത്തിന് പോവാണ്. നോക്കുമ്പോൾ അബൂജഹല് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. അബൂജഹല് ജനാലിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നോക്കുക, മുത്തുനബി വരേണ്ടതും കാത്ത്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ, ഈ അബൂജഹലിൻ്റെ വീടിൻ്റെ മുമ്പിൽ അബൂജഹൽ ഒരു കുഴി കുത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ കുഴിൻ്റെ മുകളിൽ നല്ല മൂടിയൊക്കെ വെച്ച് ഉഷാറായിട്ടുണ്ട്, കണ്ട കുഴിയുണ്ട് എന്നൊന്നും തോന്നൂല. അപ്പം മുത്തുനബി തങ്ങൾ ആ കുഴിയിലേക്ക് ചാടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രവുമായിട്ടാണ് അബൂജഹൽ ആ സൽക്കാരം വെച്ചത്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂജഹലിൻ്റെ വീട് മുറ്റത്തേക്ക് അങ്ങ് എത്തുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം കൈ പിടിച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ അങ്ങനെ കൊണ്ടുപോയി. ഇതിങ്ങോട്ട് കണ്ടതും അബൂജഹൽ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഓടി ഇങ്ങോട്ട് വന്നിട്ട്, മുഹമ്മദേ എന്താ അപ്പം അതിലെ പോരുന്നതെന്ന് ചോദിച്ചു കാണൊരു ഒറ്റ ഇറങ്ങുക ആ കുഴിക്ക്. അങ്ങനെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനത്തെ ഒരു അവസരത്തിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നിട്ട് പോലും ആ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ച് റാഹത്തായിട്ടാണ് മുത്തുനബി തിരിച്ചു വന്നത്. നമ്മളാണെങ്കിലോ, നമ്മൾ വേറെ വലിയൊരു കുഴി കുത്തി, ഒരു JCB ഒക്കെ വിളിച്ചുള്ള കുഴി കുത്തിയിട്ട് നമ്മൾ അവിടെ ബിരിയാണി ആണെങ്കിൽ ഇവിടെ മന്തി വെച്ചിട്ട് സൽക്കരിച്ചിട്ട് ആ വലിയ കുഴിയിലേക്ക് നമ്മൾ തള്ളിയിടും. അത്തരത്തിലാണ് നമ്മളെ മനസ്സ് പോകുന്നത്. എന്നാൽ ഒരു കാരുണ്യത്തിൻ്റെ മനസ്സ്, ഒരു മഗ്ഫിറത്തിൻ്റെ മനസ്സ് അത് നമ്മളിൽ ഉണ്ടാകണം. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂൽ ആയിഷ ബീവി, മഹദിയായ ആയിഷ ബീവിയെ വല്ലാതെ മോശം പറഞ്ഞ ആളാണ്, വല്ലാതെ പെൺചൊല്ല് പറഞ്ഞ മനുഷ്യനാണ്. പക്ഷേ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂൽ മരണപ്പെടുമ്പോൾ ആ വിവരം ഹബീബായ മുത്തുനബി തങ്ങൾക്ക് എത്തുമ്പോൾ മുത്തുനബി അതാ ധൃതിയിൽ പോവുകയാണ്. മരണവാർത്ത കേട്ട് മുത്തുനബി തങ്ങൾ ചെല്ലുമ്പോൾ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂലിനെ ഖബറിലേക്ക് ഇറക്കി വെക്കാൻ നിൽക്കുകയാണ്. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നിട്ട് ആ ഖബറിലേക്ക് അങ്ങ് ഇറങ്ങിയിട്ട് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂലിനെ തൻ്റെ കാലിലേക്ക് അങ്ങ് പിടിച്ചു വെക്കുകയാണ്. എന്നിട്ട് ശേഷം തൻ്റെ തോളിലുണ്ടായിരുന്ന, തൻ്റെ ചുമലിലുണ്ടായിരുന്ന ആ ഷാള് അത് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂലിനങ്ങ് ധരിപ്പിച്ചു. എന്തിനാണെന്നറിയോ? എങ്ങനെങ്കിലും ഇദ്ദേഹം ഒന്ന് രക്ഷപ്പെടട്ടെ, എങ്ങനെങ്കിലും അള്ളാഹു ഒന്ന് പുറത്തു കൊടുത്തിട്ട് ഈ മനുഷ്യനൊന്ന് രക്ഷപ്പെടട്ടെ എന്ന കാരുണ്യത്തിൻ്റെ ഹൃദയമായി മുത്തുനബി ചെയ്തതാ. ആ സമയത്ത് ആ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് മുത്തുനബി മടങ്ങുമ്പോൾ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ആയത്തുമായി മുത്തുനബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയാണ്, ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ, നിങ്ങൾ 70 പ്രാവശ്യം പൊറുക്കലിനെ തേടിയാലും അല്ലാഹ് അവർക്ക് പുറത്തു കൊടുക്കൂല എന്നായത്തുമായി ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് മുത്തുനബി തങ്ങളോട് പറയുമ്പോൾ മുത്തുനബി തങ്ങൾ തിരിച്ചു പറഞ്ഞത് എന്തെന്നറിയോ? ലഅസീദന്ന ഫിൽ ഇസ്തിഗ്ഫാരി ലഹും അലാ 70 മറ,
70 പ്രാവശ്യമല്ലേ അല്ലാഹ് പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞത്. എന്നാൽ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുമെന്ന ഒരു പ്രതീക്ഷയുള്ളത് കൊണ്ട് ആ പ്രതീക്ഷ ലഭിക്കാൻ വേണ്ടി 71 ഇസ്തിഗ്ഫാർ ഞാൻ ചെല്ലുമെന്ന് കാരുണ്യത്തിന്റെ കടൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു മനസ്സുമായി നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി, ഇനി വരുന്ന രാവുകളും പകലുകളൊക്കെ വലിയ പവിത്രമായ ദിനരാത്രങ്ങളാണ്, വലിയ പവിത്രതയുള്ള സമയങ്ങളാണ്. ആ സമയങ്ങളൊക്കെ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തി ഈ പരിശുദ്ധമായ റമദാൻ കൊണ്ട് വിജയിക്കുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മൾ പിന്നെ ചെയ്യാ എന്നൊന്നും വെക്കാൻ സമയമില്ല. നമ്മളുടെ ശ്വാസം എപ്പോഴാണ് നിലക്കുക എന്നൊരാൾക്കും പറയാൻ കഴിയില്ല. കഴിഞ്ഞ റമദാനിലുണ്ടായവർ ഈ റമദാനിലില്ല, ഈ റമദാനിലുണ്ടായവർ അടുത്ത റമദാനിലുണ്ടാകുമോ എന്നറിയുകയുമില്ല. എന്തിലേറെ ഇന്നലെ ഉണ്ടായവർ ഇന്നില്ലാത്തൊരു സമയത്താ. ഒരു ഗ്യാരണ്ടിയും നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദുന്യാ സഅ ഫജ്അൽഹാ തഅ. ദുനിയാവിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ അപ്പോൾ തന്നെ ചെയ്ത് ഏത് സമയത്തും ആ യാത്രക്ക് തയ്യാറായി നമ്മൾ നിൽക്കണം. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ റമദാൻ കൊണ്ട് നീ വിജയിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, മഗ്ഫിറത്തിന്റെ വത്തിലാണ് ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത സർവ്വം നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളെ ഉസ്താദുമാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഞങ്ങൾ സ്നേഹിക്കുന്നവർ, ഞങ്ങളുമായി അടുപ്പമുള്ളവർ എല്ലാവർക്കും റബ്ബേ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ബറക്കത്ത് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഈ പാവപ്പെട്ട ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. വലിയ രോഗങ്ങളായി ഹോസ്പിറ്റലുകളിൽ കഴിയുന്ന പലരുമുണ്ട് റബ്ബേ, നമ്മുടെ കുടുംബങ്ങളിലുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, നീയാണ് ശാഫി റബ്ബേ. ആജിലായ കാമിലായ ശിഫ നീ നൽകണേ അല്ലാഹ്. ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.